ഹായ്, ഫ്രാൻസ് വീക്ക് മലയാളം മൈഗ്രേഷൻ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗ്ലാഡ്വിൻ. ഞാൻ ഓസ്ട്രേലിയൻ രജിസ്റ്റർഡ് മൈഗ്രേഷൻ ഏജന്റാണ്. മൈഗ്രേഷൻ വേൾഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. A victory for the ages. Today, the Australian people have voted for Australian values. For fairness, aspiration and opportunity for all. Voice shaking, Anthony Albanese defies the polls, early coalition momentum and a cost of living crisis to secure a second term. When it comes to Australia's future, all of us have so much reason to be optimistic. Now the first Labor Prime Minister to win 2 consecutive elections since Bob Hawke in 1990. No. No. ഒരു പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിലേറുക, ഒരു പാർട്ടി വീണ്ടും അവരുടെ പൊസിഷൻ മെച്ചപ്പെടുത്തി വീണ്ടും അധികാരത്തിലേറുക, അത് വളരെ അപൂർവമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 21 വർഷമായിട്ട് ഒരു പ്രധാനമന്ത്രി വീണ്ടും പ്രധാനമന്ത്രി ആയിട്ടില്ല ഓസ്ട്രേലിയയിൽ. മാത്രമല്ല, ഒരു പാർട്ടിക്കും തങ്ങളുടെ മുമ്പത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് രണ്ട് സംഭവിച്ച വളരെ അപൂർവമായ ചരിത്ര നിമിഷമാണ് ഓസ്ട്രേലിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ചരിത്രത്തിലേക്ക് കടന്നു കയറുകയാണ്. ഞാനിവിടെ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. അപ്പോൾ ലേബറിന്റെ വിജയം മൈഗ്രേഷൻ വേൾഡിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ഒപ്പോസിഷൻ ലീഡറായ പീറ്റർ ഡട്ടൺ ആന്റി മൈഗ്രന്റ് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പിക്ചറാണ് ത്രൂ ഔട്ട് ഇലക്ഷൻ ക്യാമ്പയിനിൽ പ്രസന്റ് ചെയ്തിരുന്നത്. ഓസ്ട്രേലിയ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹൗസിംഗ് ക്രൈസിസ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് പീറ്റർ ഡട്ടൺ പ്രസന്റ് ചെയ്തിരുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസും മൈഗ്രൻസും ഓസ്ട്രേലിയയിൽ കൂടുതൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പുള്ളി പ്രസന്റ് ചെയ്ത പോളിസികളെല്ലാം ആന്റി മൈഗ്രന്റ് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് പോളിസികളായിരുന്നു. കറന്റ് മൈഗ്രേഷൻ നമ്പേഴ്സിൽ നിന്ന് 1 ലക്ഷം കട്ട് ചെയ്യാനാണ് പുള്ളി ആദ്യം പറഞ്ഞിരുന്നത്. അതുപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ നമ്പർ കുറക്കാനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ വീസ ഫീസ് കൂട്ടാനും 485 വീസ പോലുള്ള വീസകൾ നീക്കം ചെയ്യാനും ഒക്കെ പുള്ളി പ്രൊപ്പോസ് ചെയ്യുകയുണ്ടായി. ഇതിനെല്ലാം ചേർത്ത് ദ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ മാസക്കർ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും വെറുപ്പിച്ച പീറ്റർ ഡട്ടൺ തോറ്റു എന്നത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തോൽവിയെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ടാഗ് ലൈനായിട്ട് പറയാം. പീറ്റർ ഡട്ടൺ വാണ്ടഡ് ടു റൈറ്റ് എ ഹിസ്റ്ററി ബട്ട് ഹി എൻഡഡ് അപ്പ് ബീയിങ് എ ഫുട് നോട്ട്. ആന്റണി ആൽബനീസിയുടെ ഗവൺമെന്റ് മൈഗ്രേഷൻ ഹാൻഡിൽ ചെയ്ത രീതി ശരിയല്ലായിരുന്നു. അവർ അധികാരത്തിൽ വന്ന ശേഷം ടെമ്പററി റെസിഡൻസിനും സ്റ്റുഡൻസിനും ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് വളരെയധികം കൺസെഷൻ കൊടുത്തു. ന്യൂസിലാൻഡേഴ്സിന് ഓസ്ട്രേലിയയിൽ സിറ്റിസൺഷിപ്പ് നേടാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള പാത്വേയും അവർ തുറന്നു കൊടുത്തു. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ അവർ കൊടുത്തു. അടുത്ത ഓഫറായിരുന്നു 485 വീസയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൂടുതൽ കാലം ഇവിടെ നിൽക്കാമെന്നുള്ളത്. അങ്ങനെ ഒത്തിരി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലേക്ക് വരികയുണ്ടായി. മാത്രമല്ല 408 പാൻഡമിക് വീസയിലൂടെ ടെമ്പററി റെസിഡൻസിന് ഓസ്ട്രേലിയയിൽ തുടർന്ന് നിൽക്കാനുള്ള ഓപ്ഷൻസ് അവർ കൊടുത്തു. അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ഹോളിഡേ മേക്കേഴ്സ്, ന്യൂസിലാൻഡ് സിറ്റിസൺസ് തുടങ്ങിയവരെല്ലാവരും കൂടി വളരെയധികം നമ്പറിൽ ഓസ്ട്രേലിയക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വാരിക്കൊരു ഇൻസെൻറ്റീവ്സ് ഒന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവും ലേബർ ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടാണ് അവർ തിരിച്ചറിയുക അവരെടുത്ത സ്റ്റെപ്പുകൾ തെറ്റായിരുന്നു. പക്ഷെ അത് തിരുത്താനെടുത്ത സ്റ്റെപ്പുകളും വളരെ മോശമായിരുന്നു. കാരണം പിന്നീട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ വീസകൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അവർ റിജക്റ്റ് ചെയ്യുകയുണ്ടായി, റിഫ്യൂസ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല 485 വീസ, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയാൽ അവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ വീസയാണ് 485 വീസ. അതിൻ്റെ ഏജ് ലിമിറ്റ് 50 നിന്ന് 35 കുറച്ചു. വളരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ 485 വീസയിൽ കൂടുതൽ നാൾ നിൽക്കാമെന്ന് പ്രോമിസ് ചെയ്തൊരു ഗവൺമെൻറ് തന്നെ ഒരു 6 മാസത്തിനുള്ളിൽ 485 വീസ അപേക്ഷിക്കാനുള്ള പ്രായപരിധി കുറയ്ക്കുമ്പോൾ അതൊന്നും നോക്കാതെ ഇവിടെ എത്തിയവരാണ് അത് സഫർ ചെയ്തത്. അതുപോലെയാണ് സ്കിൽഡ് റെക്കഗ്നൈസ്ഡ് ഗ്രാജുവേറ്റ് വീസ സബ് ക്ലാസ് 476 വീസ ആപ്ലിക്കൻസിൻ്റെ വീസ അവർ ഫ്രീസ് ചെയ്യുകയും അപേക്ഷ ഫീസ് തിരിച്ചു കൊടുക്കുകയും ചെയ്തത്. ഇത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഓസ്ട്രേലിയയിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു വീസയാണ്. അങ്ങനെ അതിനെ അപേക്ഷിച്ച് വർഷങ്ങളായിട്ട് കാത്തു നിൽക്കുന്നവർക്കാണ് അത് ഫ്രീസ് ചെയ്യുകയും അവരുടെ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത പല കാര്യങ്ങൾക്കും അവർക്ക് ഉപേക്ഷിച്ച് കാത്തിരുന്നവർക്കാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒത്തിരി പെയിൻ കൊടുക്കുകയും ഹൗസിംഗ് ക്രൈസിനെ അവരെ ബ്ലെയിം ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. പക്ഷേ ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞ പോളിസികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആന്റണി ആൽബനീസി ഗവൺമെൻറ് ഈസ് ഫാർ ബെറ്റർ ഫോർ മൈഗ്രേഷൻ ഓർ പ്രോസ്പെക്റ്റീവ് മൈഗ്രൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇലക്ഷൻ വിക്ടറി പോസിറ്റീവായിട്ട് കാണുന്നത്. ഇനി ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ
തുടർന്ന് വരുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും കൂടി സൂചിപ്പിച്ച് ഞാൻ ഈ ന്യൂസ് നിർത്തുകയാണ്. ഇതിൽ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫീസ് വർദ്ധിക്കുക എന്നതാണ്. ജൂലൈ 1 മുതൽ $2000 ആവും. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏകദേശം 1 ലക്ഷം രൂപയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഇനി ചാർജ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ അമേരിക്ക 16,000 രൂപയും കാനഡ 10,000 രൂപയുമാണ് വിസ ഫീസിന് ചാർജ് ചെയ്യുന്ന ഓർക്കുമ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഫീസ് എത്രമാത്രം ഹൈ ആണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും. നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ, അതായത് സ്റ്റുഡൻസും ടെമ്പററി റെസിഡൻസും പെർമനൻറ്റ് റെസിഡൻസും ഒക്കെ ഉൾപ്പെടുന്ന മൈഗ്രേഷനെയാണ് നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ എന്ന് പറയുക. അത് ഇപ്പോൾ ഏകദേശം 4 ലക്ഷത്തിന് അടുത്ത് എത്തി നിൽക്കുകയാണ്. ആ രീതിയിൽ തുടരാനോ അതിൽ നിന്ന് താഴാനാണ് സാധ്യത. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം സ്കിൽഡ് മൈഗ്രേഷനുള്ള പോയിന്റ് ടെസ്റ്റ് സിസ്റ്റത്തിലായിരിക്കും. നിങ്ങൾക്കറിയാം, പോയിന്റ് ടെസ്റ്റഡ് സ്കിൽഡ് മൈഗ്രേഷനിൽ പോയിന്റ്സ് ലഭിക്കുക ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ്, പാർട്ണർ സ്കിൽ തുടങ്ങിയ പല ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇതിലെല്ലാം ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പോയിന്റ് ടെസ്റ്റ് സിസ്റ്റത്തിലുള്ള മാറ്റം ഈ വർഷം ജൂലൈ അനൗൺസ് ചെയ്യുകയും ഈ വർഷം അവസാനത്തോടെ പ്രാബല്യത്തിൽ വരികയോ അടുത്ത വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരികയോ ചെയ്യും. മലയാളത്തിലുള്ള ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ന്യൂസ് കൂടുതലായിട്ട് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ഗ്ലാഡ്വിൻ. ഞാൻ ഇവിടെ ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റാണ്. മലയാളികളുടെ ഒരു മൈഗ്രേഷൻ ഏജൻറ്റാണ്. ഇനിയും കൂടുതൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ വാർത്തകളുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. For your migration needs, contact us. Thank you.